ഹലോ, ഇന്ന് നമ്മൾക്കൊരു ബിരിയാണി ഉണ്ടാക്കാം. ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഓയിൽ, വെളിച്ചെണ്ണ, പിന്നെ നെയ്യ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ 1.5 കിലോ അരിയും 1.5 കിലോ ചിക്കനുമാണ് എടുത്തിട്ടുള്ളത്. ബ്രോയിലറാണ് ചിക്കൻ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി, ഇത് പുളി കുറഞ്ഞ ഒരു തക്കാളിയാണ്, അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. ആ തക്കാളി, പിന്നെ 1 കിലോൻ്റെ മുകളിലായിട്ട് സവാള ഞാൻ വളരെ നൈസായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ വളരെ നൈസാക്കിയിട്ട് വേണം അരിയാൻ. പിന്നെ കുറച്ച് പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് ചതച്ചതും, അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതുണ്ടാക്കാൻ ഞാൻ കുറച്ച് വലിയ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നാരങ്ങയുടെ നീര് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. മല്ലിയില, പുതിനയില, കറിവേപ്പില, ഇത് മൂന്നും കൂടെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ചിലരിടും, ചിലരിടില്ല. പിന്നെ കുറച്ച് തൈര്, ഇത് പുളിയുള്ള തൈരാട്ടോ, അതാ കുറച്ച് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇപ്പോൾ കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ, കൂടിപ്പോയാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇതിലേക്ക് ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇത്രയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നേ ഇല്ല കേട്ടോ. ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ആ ചിക്കനും കൂടെ ഇടുക. ചിക്കൻ കറി പീസാക്കിയിട്ടാണ് വാങ്ങിയത്. പിന്നെ ലെഗ് മാത്രം കുറച്ച് വലുതാക്കിയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളിനി നല്ലോണം കൈകൊണ്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് ഇതെല്ലാം കൂടെ. അപ്പം ഈ ചിക്കൻ ഇടുന്നതിൻ്റെ മുന്നേ വേണമെങ്കിൽ കുഴച്ചെടുക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ കുഴച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ രണ്ടും കൂടിയാണ് ആക്കിയത്, എളുപ്പപ്പണിയാണ്. ഇനി ഇത് കുഴച്ച് വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അത്രയും നേരമെങ്കിലും ഇതൊന്നും അവിടെ അങ്ങനെ നിൽക്കണം. ഇപ്പോൾ സമയമില്ലെങ്കിൽ അരമണിക്കൂർ എന്തായാലും വെക്കണം കേട്ടോ. ഇനി അത് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് ആദ്യം തന്നെ നെയ്ച്ചോറിൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതിലും നെയ്യോ ഓയിലോ ഒന്നും ഒഴിച്ചിട്ടില്ല. സാധാരണ വെള്ളത്തിൽ വറ്റിച്ചെടുത്തിട്ടുള്ളതാണ്. ഉപ്പും ചെറുനാരങ്ങയുടെ നീര്, പിന്നെ ഗ്രാമ്പൂ, പട്ട, അങ്ങനത്തെ സ്പൈസസ്, ഉപ്പൊക്കെ ഇട്ടിട്ട് വറ്റിച്ചെടുത്തതാണ്. എന്നിട്ട് നമ്മൾ ഇതും കൂടെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ തീ ആളിച്ച് കത്തിക്കരുത്, കുറഞ്ഞ തീയിൽ. ഇനിയിപ്പോൾ കനലിലാണെങ്കിലും ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങിക്കോളും വേവാനുള്ള. ചിക്കനും പിന്നെ സവാളയിൽ നിന്നും വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ കുറേ നേരം നമ്മൾ അടച്ച് വെച്ചിട്ട് തന്നെ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു അബദ്ധം എനിക്ക് പറ്റിയത്, ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഗ്ലൗസ് ഇട്ടുണ്ടായില്ല. അപ്പോൾ നല്ല പുകച്ചിലാണ് കേട്ടോ. അപ്പം എണ്ണയൊക്കെ തേച്ചിട്ടാണുള്ളത്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി ഇത് നമ്മൾ ഇളക്കി കൊടുക്കുക, ഇടയ്ക്ക് ഓരോ പീസ് എടുത്തിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇനി നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ദമ്മിടുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചോറ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഈ നെയ്യൊക്കെ ചേർത്തിട്ടില്ലെങ്കിൽ ഈ അരി വിട്ട് കിട്ടുമോ എന്നുള്ളത്. വിട്ട് കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, വിട്ടിട്ട് തന്നെയാണ് കിട്ടിയത്, കട്ട പിടിച്ചിട്ടില്ല. അതൊരു വേവ് കണക്കാക്കിയിട്ട് എടുത്ത് മാറ്റിയാൽ മതി. ഇനി ഇത് മുഴുവൻ ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ മേലെ നമുക്ക് മറ്റേ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതേപോലെ ഉള്ളി ഇതാക്കിയത് അതൊക്കെ ഇടുക. അത് ഓയിലാണ്, നമ്മൾ നെയ്യിലാണ് അതിങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ട് അതൊക്കെ ഇവിടെ ഒഴിവാക്കിയിട്ടാണ്. പിന്നെ മല്ലിൻ്റെ ഇലയും പുതിനൻ്റെ ഇലയും മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വെയിറ്റുള്ള സാധനം അതിൻ്റെ മേലെ കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബിരിയാണി. ഓയിലും നെയ്യ്, വെളിച്ചെണ്ണ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേങ്കിലും ബിരിയാണി അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ചോറ് വിട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനി നമുക്കിത് ചോറ് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. ഇതൊരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എല്ലാവർക്കും വിശപ്പ് ഇളകിപ്പോയി ആ സമയം കൊണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് ഇങ്ങനെ ദമ്മിട്ട് വെച്ചിട്ടുണ്ടായുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിന്ന് ചോറ് സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ആ ചിക്കനിലുണ്ടായിരുന്ന ഒരു വെള്ളം ഉണ്ടാവില്ല, ആ വെള്ളമൊക്കെ ഈ റൈസിലേക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും റൈസിന്. അപ്പോൾ ഫൈനലി ഇങ്ങനെയാണ് ആയിട്ടുള്ളത്. നമ്മൾ സാലഡും പിന്നെ അച്ചാറും ഒക്കെ വെച്ചിട്ട് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവറിൻ്റെ ചെറിയൊരു കുറവുണ്ടെന്നല്ലാതെ വേറെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല.